ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ലേ നമ്മൾ വീണ്ടും ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു 4-5 ദിവസം അടുപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 ദിവസത്തെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു റൂമിൽ മാത്രം നമ്മൾ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയ റൂമിൽ നമ്മൾ അലമാര ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഷെൽഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. വേറെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒലീവ് കളറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. പക്ഷെ അമ്മയും ഏട്ടനും ഞാനിവിടെ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഈ കളർ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ വയ്യ ഗൈസ്. എന്താ പറയുക, യൂറിൻ ഇൻഫെക്ഷൻ ആണോ എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി. തലേ ദിവസം ഭയങ്കര ഷിവറിങ് ആയിരുന്നു, ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര പനിയും. എന്താ പ്രശ്നം വെച്ചാൽ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിറ്റേ ദിവസം തന്നെ മിത്രയിലേക്ക് കൊണ്ടുപോയി. തീരെ വയ്യായിരുന്നു. ചെക്ക് ചെയ്തു, ടെസ്റ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ 2-3 ട്രിപ്പൊക്കെ ഇടേണ്ടി വന്നു. 10 മണിക്ക് പോയിട്ട് 2 മണി 2:30 3 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേട്ടാ. എൻ്റെ അസുഖം മാറി വരുമ്പോഴത്തേനും ആമിക്കുട്ടി പനി പിടിച്ചൊരു ഇതായി. 2 ആഴ്ചയോളം മോൾക്ക് ഒരു മാറ്റവും ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആമിക്കുട്ടിക്ക് വയ്യാതിരിക്കുകയാണ്. എൻ്റെ ഏകദേശമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ ഈ കൂടെ ഒക്കെ ഇങ്ങനെ ആൾക്കാർ കർട്ടൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വരില്ല. നമ്മൾ ഒരുപാട് നാളായി വിചാരിക്കണം ഒന്ന് ചെയ്യണം. ഇനിയിപ്പോൾ റൂമുകളിലും ഇതേപോലെ കർട്ടൻ അടിക്കണം, നമ്മുടെ ജനാലമേല കേട്ടോ. ഇത് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇതിപ്പോൾ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കാട്ടിരി ഭാഗത്തുള്ള ആൾക്കാരാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെന്നെ 2-3 വട്ടമായി നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ചെയ്തട്ടേന്ന്. നമ്മൾ പിന്നെ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബഡ്ജറ്റ് ഒത്തു വന്നപ്പോൾ ചെയ്തു, അത്രമാത്രം. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂറും കൂടി ആയിട്ടില്ല തോന്നുന്നു, 3/4 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് അവർ പൈസ മേടിച്ച് അവർ പോയി. അത്രേ വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആമിക്കുട്ടി ഒന്ന് ഉഷാറായി വന്നപ്പോൾ നമ്മൾ ശോഭമാളിൽ പോയതാണ് കേട്ടോ. നമ്മൾ അതിന് മുന്നേ മീനോളജി പറഞ്ഞിട്ടൊരു ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കുറച്ച് ജാസ്തിയാണ് മക്കളെ. അപ്പോൾ അതാ ആമിക്കുട്ടിയുടെ ഫേസ് കണ്ടില്ലേ, ഒന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ. ഒന്നാൾ വെച്ചപ്പോൾ അവൾക്കൊരു എപ്പോൾ നോക്കിയാലും തന്നെ പുറത്തേക്ക് ഇറങ്ങണില്ല, കളിക്കണില്ല. ഫുൾ ടൈം തോളത്ത് കിടന്ന് കെട്ടിപ്പിടിച്ച് കിടക്കന്നെ, നമ്മളതിനൊന്നും ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ. അപ്പോൾ അവളെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. അതിപ്പോൾ ആക്ച്വലി ക്രിസ്മസ് കഴിഞ്ഞ ടൈമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ആമിക്കുട്ടിക്ക് ലൈസ് വേണം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളിതാ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഒരു കുപ്പി വൈനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോൺ ആൽക്കഹോളാണ്. അപ്പോൾ ഒരു കുപ്പി വൈനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കടന്ന് കറങ്ങി ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഓഫറൊക്കെ നോക്കി. ഒന്നും മേടിച്ചില്ല കേട്ടോ, ഒക്കെ ഡ്രസ്സൊക്കെ ഒരുവിധം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു റിങ് മേടിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 200 രൂപയായി ഗൈസ്. എന്താ പൈസ പോട്ട പ്രതാപം വരട്ടേന്നില്ലേ. ഞാൻ വേറൊരു റിങ് ആയിരുന്നു നോക്കിയത്. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഒരു ഡയമണ്ട് ലുക്കൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് കണ്ട ആരെങ്കിലും ഡയമണ്ടാന്ന് വിചാരിച്ചോട്ടെ എന്ന് വെച്ച് മേടിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ റിങ്. അത് കഴിഞ്ഞപ്പോൾ ഇത് അച്ഛനും മോളും കൂടിയിട്ട് അവിടെയൊക്കെ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി കുറേ നേരം നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവൾക്ക് ഇങ്ങനെ ഈ കാറിൽ ഇതുപോലത്തെ വണ്ടിയിൽ കയറണം പറഞ്ഞിട്ട് പിന്നെ ആ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര 150 രൂപ തോന്നുന്നു കയറാൻ, ഒരു 5 മിനിറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. പൈസ പോയി എന്ന് തന്നെ പറയാം. ആമിക്കുട്ടി കുറച്ച് നേരം ഇരുന്ന് അപ്പോഴത്തേനും എന്താ പറയുക എണീക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. കാരണം വയ്യാത്ത കാരണം അവൾ വിട്ട് നിൽക്കുന്നില്ല. അവൾക്ക് ഇസയ്ക്ക് ഇതേപോലത്തെ ഉണ്ട് കേട്ടോ, പെങ്ങളുടെ മോൾക്ക് ഇതേപോലത്തെ റെഡ് കാറായിരുന്നേ. അതിൽ ഫുള്ള് കളിയാണ് ആമി. ഇസ കയറൂല, ഇസയ്ക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ കളിക്കാനായിട്ട്. കുറച്ച് നേരമൊക്കെ കണ്ടോ, കുറച്ച് നേരമൊക്കെ അതിൽ പിടിച്ചൊക്കെ ഇരുന്ന്. പിന്നെ ഒരു വണ്ടി കുറച്ച് എടുക്കാൻ കുറച്ച് ലേറ്റായി. അപ്പുറത്തെ പേയ്മെൻറ്റൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ്. അപ്പോഴത്തേനും കണ്ടോ കരച്ചിലൊക്കെ തുടങ്ങി മൂപ്പത്തി. അപ്പോൾ പിന്നെ എന്തായാലും കൊടുത്തതല്ല, ഒരു റൗണ്ടെങ്കിലും 3 റൗണ്ടാണ്. ഒരു റൗണ്ട് പോലും അവൾ തികച്ചില്ല ഗൈസ്. വിഷമമായിപ്പോയി. ഏട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം ഭക്ഷണം കഴിച്ച് പൈസ പോയാലും പ്രശ്നമില്ല, ഇങ്ങനത്തെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തത് ഒരു ഉപകാരം ഇല്ലാത്ത രീതിയിൽ പോകുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആമിക്കുട്ടി ഇരുന്ന് ഒരു റൗണ്ടും കൂടി ഇരിക്കാണ്ട്
അവൾ കരഞ്ഞ് എണീറ്റു. പിടിച്ചിരിക്കേ പിടിച്ചിരിക്കേ. ലഹളയും കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടോ. അപ്പം നമ്മുടെ കാർ ഇതാ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. ആമയാണെങ്കിൽ വീട്ടിൽ പോകണ്ട കളിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പെട്ടെന്ന് വാശി കയറി, പെട്ടെന്ന് കരച്ചിലും, വയ്യാത്ത കാരണം കരച്ചിലും പിഴിച്ചിലും ഒന്നും അടങ്ങിയിരിക്കാത്തൊരു രീതിയായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഡോക്ടറിനൊക്കെ കാട്ടിയിരുന്ന് മാറി വന്നപ്പോൾ പിന്നത്തെ കളിയാണ് കേട്ടോ. അത് കുളിച്ച് സുന്ദരിക്കുട്ടി ചന്ദനക്കൂരൊക്കെ തൊട്ടിട്ട് നമ്മൾ കൂവപ്പായസത്തിന് വേണ്ടിയിട്ടുള്ള കൂവപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂവ ഇടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. എന്താ പറയുക, നമ്മളിതുപോലെ കൂവ മേടിച്ച് ഉണക്കേണ്ട ആവശ്യമില്ല. കൂവ മേടിച്ച് ഇതേപോലെ തൊലിയൊക്കെ ഉരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതേപോലെ ഉരലിട്ടിട്ട് ഇടിക്കും. ചില സമയത്ത് വയ്യാത്ത സമയത്തൊക്കെ ഇവിടെ മിക്സിയിലിട്ട് അടിക്കലാണ് കേട്ടോ പതിവ്. ഇതേപോലെ ഉരലിട്ട് ഇടിച്ച് നമ്മൾ എന്ത് ചെയ്യും, പിഴിഞ്ഞ് അത് ഊറിയിട്ട് പൊടി ഉണക്കി ഒരു കുറച്ച് ദിവസമൊക്കെ ഉണക്കേണ്ടി വരും നല്ല വെയിലത്ത്. കാരണം വെള്ളത്തിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി പൂപ്പ് പിടിച്ച് നാശമായിപ്പോവും. ഇത് വയറുവേദനയ്ക്കൊക്കെ ഉണ്ടല്ലോ, മൂത്രച്ചൂടൊക്കെ വരുമ്പോൾ കൂവപ്പായസം ഉണ്ടാക്കാണ്ട് തന്നെ ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഇതൊരു ടീസ്പൂൺ കലക്കുക. എന്നിട്ട് ചൂടാറിന് ശേഷം വെറും അങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ നല്ലോണം കുറയും. കൂവപ്പൊടിയൊക്കെ എപ്പോഴും ഇവിടെ സ്റ്റോക്കായിരിക്കും. കാരണം ഞങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രച്ചൂടും അതേപോലെ ഈ വയറുവേദനയൊക്കെ വരണ കാരണം. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-4 ദിവസം അടുപ്പിച്ചിട്ട് 2 നേരം ആവി പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടീനെ. അപ്പോൾ അങ്ങനെ വേണ്ടി രാത്രി പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിയും കൊള്ളിയും കഴിച്ചിട്ട് പോന്നു. അപ്പോൾ ഇതാ വീട്ടിൽ നല്ല മത്തി മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വെച്ചതാണേ. പിന്നെ ഇതാ ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നല്ല, നമ്മുടെ വീട്ടിലത്തെ 2 കോഴീനെ തട്ടി ഞങ്ങൾ. അങ്ങനെ നാടൻ കോഴിയായിട്ടുള്ള നമ്മുടെ 4 കോഴി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 മുന്നേ വെച്ചിട്ടുണ്ടെന്ന് മാമ ഗൾഫ് പോണ സമയത്ത്. ഇപ്പോൾ ബാക്കി 2 ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് തട്ടി ഗൈസ്. അപ്പോൾ അതാ നല്ല ചെറുള്ളിയിലാണ് കേട്ടോ നമ്മൾ കറി വയ്ക്കാൻ പോണത്. ചെറുള്ളിയൊക്കെ ഞാനിതവിടെ അരിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, നന്നാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, പച്ചമുളക് ഇതൊക്കെ കൂട്ടി അമ്മ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുള്ളി ഇട്ടു. അതൊരു പ്രത്യേക തരത്തിലുള്ള നാടൻ കോഴി വെപ്പാണ് ഇവിടുത്തെ. ചില സമയത്ത് വറുത്തരച്ചിട്ടാണ് കേട്ടോ നമ്മൾ കോഴിക്കറി വെക്കാറുള്ളത്. ഇത് നമ്മൾ സാധാ എന്താ പറയുക മല്ലിപ്പൊടി മാത്രം വറുത്ത് തേങ്ങയൊന്നും വറുത്തരയ്ക്കാണ്ട് നോർമലി ചിക്കൻ കറി വെക്കണ പോലെ കുറച്ചുകൂടി കുരുമുളക് ഇതൊക്കെ കൂട്ടിയിട്ടിട്ട് അങ്ങനെ ഒരു ടൈപ്പാണ് നമ്മൾ വെക്കണത് കേട്ടോ. ഞാനിതാ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറേ നാളായി നൂൽപുട്ടും ചിക്കൻ കറിയും കൂട്ടിയിട്ട്. അപ്പോൾ അതാ ചിക്കൻ നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്. നാടൻ കോഴി ആയതുകൊണ്ട് ഗൈസ്, നാടൻ കോഴി തനി നാടനല്ല, നമ്മൾ പുറത്തുനിന്ന് 10 രൂപയ്ക്ക് മേടിക്കുന്ന കോഴിക്കുട്ടി ഉണ്ടല്ലോ, അത് വലുതായി ഉണ്ടായതാണ്. അത് ബ്രോയിലർ പോലെ തന്നെയാണ്, പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നാടനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കുത്തിയൊന്നും വെക്കാനുണ്ടായതല്ല, അത് നാടനെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാലോ. അപ്പോൾ അതായതുകൊണ്ട് എല്ല് കുറച്ച് കൂടുതലാണ് ഗൈസ്. ഞങ്ങളെപ്പോലെ കുറച്ച് എല്ല് കൂടുതലാണെന്ന് പറയില്ലേ, എല്ല് കുറച്ച് കൂടുതലാണ്, മാംസം കുറച്ച് കുറവായിരുന്നു ചിക്കനിൽ. അപ്പോൾ എനിക്ക് പീച്ചാൻ പറ്റുന്നില്ല ഗൈസ്. പീച്ചിതൊക്കെ ഈ ചൂട് കുറഞ്ഞിട്ടാ തോന്നുന്നുണ്ട്, മാവ് ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ചിക്കൻ കറി കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഉരുളിയിൽ തട്ടിയിട്ട് ഒന്ന് കുറുക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നൂൽപുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അയ്യോ കുറേ നാളായി നൂൽപുട്ട് ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ട്, അതിൻ്റെ കൊതിയിലാണ്. ഇതിപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് ഇതിപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണത് 8-ാം തീയതിയാണ് ഗൈസ്. 8 ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. ഇത് കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അതാ ഞാനും അപ്പവും കുഞ്ഞാറ്റിയും മണിക്കുട്ടിയില്ല ആമിയും അമ്മയൊക്കെ കൂടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. പിന്നെ 12 മണി ആവാറായപ്പോൾ ഏട്ടൻ എത്തി. നമ്മളിതാ വൈൻ പൊട്ടിച്ച് കുടിക്കുകയാണ് ഗൈസ്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ വൈന്. ഏതാ കമ്പനി ഒന്നും അറിയത്തില്ല, എന്തോ വെറുതെ ഒരു പച്ചവെള്ളം
കുറച്ച് മധുരമിട്ട് കുടിക്കണ പോലെ എനിക്ക് തോന്നിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ നോൺ ആൽക്കഹോൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാൽ കഴിഞ്ഞ മുന്നത്തെ കൊല്ലമൊക്കെ മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ ഇത് കുറച്ച് ദിവസം, ഇത് 2-3 ദിവസം മുന്നത്തെയാണ് കേട്ടോ. പാർട്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നാക്കിയിട്ടാണ് കൊടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാൻ മാത്രമേ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ 2 നമ്മുടെ പുന്നാര മക്കളും കൂടിയിട്ട് ബിസ്ക്കറ്റ് തിന്നുകയാണ് ഗൈസ്. ഇവർ കളിക്കുന്ന സാധനം കണ്ടില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് മീഷോയിൽ ഒരു ടെൻറ്റ് പോലെ സാധനം മേടിച്ച് കൊടുക്കാമെന്ന്. അവർക്ക് വീടായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് മേടിച്ചിട്ട് 200-300 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒക്കെ വന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ പാർട്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.